ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ നമഃ. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ലളിതം സാഹസ്രത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. എപ്പോഴത്തെയും പോലെ ഭഗവത്ഗീതയിലൊരു ശ്ലോകത്തോടുകൂടെ നമുക്ക് ആരംഭിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അധ ശ്രീമദ് ഭഗവത്ഗീതായ സാഖ്യയോഗോ നാമ്നേ ദ്വിതീയോധ്യായേ അഷ്ടാത്രിംശത് ശ്ലോകഃ. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയാജയോ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. അല്ലയോ അർജുന, സുഖദുഃഖങ്ങളും ലാഭനഷ്ടങ്ങളും ജയപരാജയങ്ങളും തുല്യമായിട്ട് കരുതിക്കൊണ്ട് നീ യുദ്ധത്തിനായിട്ട് ഒരുങ്ങുക. ഇങ്ങനെയാകുകയാണെങ്കിൽ പാപം എന്നത് നിന്നെ ബാധിക്കുകയേയില്ല. നാമം 482. പശുലോകഭയങ്കരി. പശുക്കളെ പോലെ ജീവിക്കുന്നവരുടെ ലോകത്തിന് ഭയങ്കരത്വം കൊടുക്കുന്നത് ഏതൊരു ദേവിയാണോ ആ ദേവിയെ പശുലോക ഭയങ്കരി എന്ന് വിശേഷിപ്പിക്കുന്നു. പശു എന്നാൽ നമ്മൾ വിചാരിക്കുന്ന അർത്ഥത്തേക്കാൾ മൃഗം, ഐഹിക ജീവിതം, കാണുക, നിരീക്ഷിക്കുക എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. അത്യന്തം ലളിതവും ശ്രദ്ധേയവുമായിട്ടുള്ള ഒരു വാച്യാർത്ഥത്തിലൂടെ നമുക്ക് ആരംഭിക്കാം. എന്താണെന്നോ, ജന്തുലോകത്തിനെ മനുഷ്യജാതിയാൽ കീഴ്പ്പെടുത്തിയവൾ എന്ന വ്യാഖ്യാനത്തിലൂടെ. പശു എന്ന വാക്കിനപ്പോൾ ജന്തു എന്നെടുത്തു, ലോക എന്ന വാക്കിനപ്പോൾ മനുഷ്യജാതി എന്നെടുത്തു. ലോകം എന്ന വാക്കിന് മനുഷ്യജാതി, കാഴ്ച, ലക്ഷ്യം, വ്യാപ്തി, പ്രബന്ധം, കൂട്ടായ്മ, സാധാരണ ജീവിതം എന്നൊക്കെ അർത്ഥങ്ങളുണ്ട് കേട്ടോ. പരിണാമദിശയിലെ ഉയർന്ന അവസ്ഥയിലുള്ള മനുഷ്യനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടുണ്ടാക്കിയ നാമമാണ് ഇത് എന്ന് പറയാം. മനുഷ്യൻ്റെ ശ്രേഷ്ഠത വിവരിക്കുകയാണ് ഈ നാമം. ജ്ഞാനപ്പാനയിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വരികളുണ്ട്. എന്താണെന്ന്, എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ. എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു മനുഷ്യജന്മം കിട്ടിയത് എന്നാണ് പറയുന്നത്. മനുഷ്യജന്മം ദുർലഭമാണ് എന്നുള്ള വീക്ഷണത്തിൽ പൂന്താനം എഴുതിയ വരികളാണിത്. അങ്ങനെയുള്ള മനുഷ്യൻ തൻ്റെ ബുദ്ധിയാലും ശക്തിയാലും തന്നെക്കാൾ വലിയ വലിയ എത്രയെത്ര ജീവികളെയാണ് കീഴ്പ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആന തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. ഐഹിക ജീവിതത്തിൽ മനുഷ്യർക്ക് അസ്വസ്ഥത നൽകിയ ശക്തി എന്നാണ് അടുത്ത വ്യാഖ്യാനം. എന്തുകൊണ്ടായിരിക്കാം ഒരു മനുഷ്യന് ഐഹിക ജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടാവുന്നത്? ലൗകിക ജീവിതത്തിൽ ഉഴറിക്കൊണ്ട് താൻ വേറെ അവരൻ വേറെ എന്ന് ചിന്തിച്ച് സ്വാർത്ഥതയും മമത്വവും ഭരിക്കുമ്പോൾ എന്നാണ് ഉത്തരം. അപ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ അപ്പോൾ മുതലാണ് അവന് അസ്വസ്ഥതയുണ്ടാവുന്നത്. ദ്വൈത ദൃഷ്ടിയാലാണ് അത്തരത്തിലുള്ള ആകുലതകൾ ഉണ്ടാവുന്നത്. എഴുത്തച്ഛൻ്റെ പ്രസിദ്ധമായിട്ടുള്ള വരികളുമുണ്ട്. എന്താണ്, ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരുണ്ടൽ. അതുതന്നെയാണ് അസ്വസ്ഥതയ്ക്ക് കാരണം. ഇങ്ങനെ പറയുമ്പോൾ ശരാശരി മനുഷ്യന്മാർക്കൊക്കെ അങ്ങനെ എല്ലാം ഒന്നായിട്ടൊന്നും കാണുവാൻ സാധിച്ചു എന്ന് വരില്ല. അത് ശരി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അസ്വസ്ഥത ജന്തുലോകത്തിൻ്റെ കൂടപ്പിറപ്പുമാണ്. അതാണ് ഭൂമിയുടെ സ്വത്വം. കാരണം നമ്മൾ ലൗകിക ജീവിതത്തിലാണുള്ളത്. അപ്പോൾ അസ്വസ്ഥതയും നമ്മുടെ കൂടപ്പിറപ്പ് തന്നെയാണ്. അങ്ങനെയുള്ള സ്വത്വത്തെ ശക്തിയാവാസമായിട്ട് കണ്ട് തൃപ്തി അടയുക എന്നുള്ളതാണ് പിന്നെയുള്ള വഴി. പശുലോകമായിട്ടുള്ള ഭൂമിയിൽ മാത്രമേ അതെല്ലാം ഭയങ്കരത്വമായിട്ട് തോന്നുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. കാരണം ജ്ഞാനത്തിന് ഐത്തം കൽപ്പിച്ചിരിക്കുന്നത് ഭൂലോകത്തിൽ മാത്രമാണ്. ഐഹിക ജീവിതത്തിൻ്റെ ആ പരപ്പിൽ പരിഭ്രമിക്കുന്ന ശക്തികളെയും നമുക്ക് വാച്യാർത്ഥത്തിലൂടെ തന്നെ വ്യാഖ്യാനിക്കാവുന്നതാണ്. അന്നേരം മൂല്യച്യുതികളിൽ വേദനിക്കുന്ന ആത്മാക്കളെ സ്വീകരിക്കണം. ഞാൻ നീ എന്നുള്ള സ്വാർത്ഥ ചിന്തകളാൽ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നില്ല മനുഷ്യർ. അന്നും ഇന്ന് ഇതെല്ലാം കണ്ട് നീറി ജീവിക്കുന്ന മനുഷ്യാത്മാക്കളുണ്ടാകും. അപ്പോൾ ഇവിടെയെല്ലാം വിപരീത അർത്ഥങ്ങൾ വളരെ ഭംഗിയായിട്ട് കയറുകയാണ്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ ഉദ്ദേശ്യാർത്ഥത്തിലൂടെ നോക്കാം. കഴിഞ്ഞ നാമവ്യാഖ്യാനങ്ങളുടെ തുടർച്ചയായിട്ട് മഹാധാതുവായിട്ടുള്ള ത്വക്ക് പശുലോകത്തിനെ മൊത്തമായിട്ട് കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്.
വിശാലമായിട്ടുള്ള ആ ആവരണം ഭൂമിയെ തന്നെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ ആകർഷണ വലയത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. ആ ആവരണത്തെ മറ്റൊരു വിശേഷണത്തിലൂടെ നിർവചിച്ചിരിക്കുന്നു എന്ന് മാത്രം. അധിഷ്ഠാന ദേവതയായ ഡാകിനിയിലേക്ക് വരുമ്പോൾ തൻ്റെ ശക്തിയാൽ പശുലോകത്തെ മൊത്തം ഭ്രമിപ്പിച്ചിരിക്കുകയാണ് ഡാകിനി. ആ ശക്തികൾ ഏതൊക്കെയാണ് എന്നത് അടുത്ത നാമത്തിൽ മനസ്സിലാക്കാം. നാമം ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. നാമത്തിലെ ചിന്ത ദ്വൈതഭാവത്തെ കഴിവതും ഒഴിച്ചുകൊണ്ടുള്ളതായിരിക്കണം. എപ്പോഴും സാധിക്കണം എന്നല്ല, എന്നാൽ എപ്പോഴൊക്കെ നാം ധ്യാനത്തിലൂടെ പോകുന്നുവോ അപ്പോഴൊക്കെ അദ്വൈതത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരിക്കണം ആ ധ്യാനം പൂർണ്ണമാവുന്നത്. നമസ്കാര ശബ്ദം. ഓം പശുലോക ഭയങ്കരേ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി. ഓ